ഈ രാജാവ് ഓരോ ബാലനും ഓരോ വിത്തുകൾ നൽകി. നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും നല്ലൊരു ചെടി വളർത്തണമെന്നും അവരോട് പറഞ്ഞു. രാജാവ് വയസ്സായതിനാൽ സിംഹാസനത്തിന് ഒരു അവകാശിയെ കണ്ടെത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതിൽ പിങ്ക് എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു. അവന് തോട്ടം പരിപാലനം ഏറെ ഇഷ്ടമായിരുന്നു. അവൻ വിത്തിന് വെള്ളം കൊടുത്തു, സൂര്യപ്രകാശം നൽകി, മികച്ച മണ്ണ് തന്നെ ഉപയോഗിച്ചു. വളരെ ശ്രദ്ധയോടെ അവൻ ആ മുള പൊട്ടുമെന്നിങ്ങനെ കാത്തിരുന്നു. പക്ഷെ ഒന്നും വളർന്നില്ല. രാജാവിന് മുന്നിൽ ചെടികൾ കാണിക്കേണ്ട ആ സമയവും വന്നു. മറ്റെല്ലാ ബാലന്മാരും വലുതും നിറവുമുള്ളതുമായ ചെടികളുമായി എത്തി. എന്നാൽ പിങ്കിന്റെ കയ്യിൽ ചെടിയില്ലാതെ ഒരു കുഷ്ണി മാത്രം. എങ്കിലും അവൻ അതെടുത്തുകൊണ്ട് രാജാവിന്റെ മുന്നിലെത്തി. രാജാവ് ഓരോ ചെടികളും ഒന്നും പറയാതെ നോക്കി നടന്നു. പിങ്കിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. പിന്നീട് രാജാവ് പിങ്കിനെ വിജയിയായി പ്രഖ്യാപിച്ചു. കാരണം രാജാവ് മുന്നേ തന്നെ എല്ലാ വിത്തുകളെയും തിളപ്പിച്ചിരുന്നു. അവയ്ക്കൊന്നും ഒരിക്കലും മുളയ്ക്കാനാകില്ല. അതുകൊണ്ട് മറ്റെല്ലാ ബാലന്മാരും ഇതിൽ ഒരു വഞ്ചന കാണിച്ച് മറ്റ് വിത്ത് ഉപയോഗിച്ച് ചെടികൾ വളർത്തുകയും മറ്റ് ചെടികൾ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ പിങ്ക് മാത്രം സത്യസന്ധനായിരുന്നു. ഫലത്തേക്കാൾ സത്യസന്ധതയാണ് പ്രധാനം എന്ന് രാജാവിന് അറിയാമായിരുന്നു.